മരണശേഷം നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുക? മനുഷ്യന്റെ മരണശേഷം ആ മൃതശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമ്മൾ ഞെട്ടുമെന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാവും അത്? എന്തായിരിക്കും നമ്മുടെ ശരീരത്തിന് പറ്റുക? മരണശേഷം എന്ത് എന്ന വിഷയം ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടതും ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും നിരന്തരം ഗവേഷണത്തിന് വിധേയമാകുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം മരിച്ചയാൾക്ക് വീണ്ടും ജീവനുണ്ടാകുമോ എന്നിങ്ങനെ 100 ചോദ്യങ്ങൾ പലവട്ടം പലരും സ്വയമെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ മരണത്തിന് ശേഷവും ജീവനുണ്ടാകാം എന്നാണ് പുതിയ കണ്ടെത്തൽ. എന്തായിരിക്കും ഈ സമസ്യയ്ക്ക് പിന്നിൽ സത്യം? ഇത് നമ്മൾ സംസാരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് മരണശേഷം നമ്മുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാം. മരണത്തിന്റെ തണുപ്പ്. മരിച്ചയാൾക്ക് പിന്നീട് ഒരു തണുപ്പായിരിക്കും അല്ലേ? ഒരു മനുഷ്യൻ മരിച്ച് ശരീരം മരവിക്കുന്ന അവസ്ഥയാണ് ഇതിന് കാരണം. ഈ അവസ്ഥയിലാണ് ശരീരം കട്ടിപിടിച്ചു തുടങ്ങുന്നത്. ഇത് ശരീരത്തിലുള്ള അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ADT എന്ന രാസവസ്തു കുറയുന്നത് മൂലം സംഭവിക്കുന്ന അവസ്ഥയാണ്. കൺപോളകളും കഴുത്തിലെ പേശികളുമാണ് ഇത്തരത്തിൽ ആദ്യം മരവിക്കുക. ശേഷം നമ്മൾ ഹൃദയത്തിനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ജീവനോടെയുണ്ടോ അതോ മരണമടഞ്ഞോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുന്നത് നമ്മുടെ ഹൃദയമിടിപ്പും പൾസും പരിശോധിച്ചിട്ടാണ്. അതിനാൽ ഒരാൾ മരിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ഹൃദയം നിശ്ചലമാകും. അങ്ങനെ ഞരമ്പുകളിലേക്കും മറ്റുമുള്ള രക്തയോട്ടം ഇല്ലാതെയാകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് മൊത്തമായിട്ടുള്ള രക്തയോട്ടം ഇല്ലാതെയാവുകയും ചില ശരീരഭാഗങ്ങൾ വീർക്കുകയും വിളറുകയും ചെയ്യും. വിളറിയ ശരീരഭാഗങ്ങളാണ് ശരിക്കും രക്തയോട്ടം പൂർണ്ണമായിട്ടും നിലച്ച ഭാഗങ്ങൾ. ദുർഗന്ധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സ്വാഭാവിക മണമല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന്. മരിച്ച് കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ശവശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങും. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ദുർഗന്ധത്തിന് കാരണം മരിച്ചു കഴിയുമ്പോൾ ശരീരത്തിലെ ജഡാവസ്ഥയിലെ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ശരീരത്തിലെ എൻസൈമുകൾ എന്ന് വിളിക്കുന്ന പ്രോട്ടീൻ പദാർത്ഥങ്ങളാണ്. അണുക്കളെയും പൂപ്പലുകളെയും എന്തോ മരിച്ചിട്ടുണ്ട് എന്നറിയിക്കാനാണ് ശരീരം ഈ ഗന്ധം പുറപ്പെടുവിക്കുന്നത്. ഈ ഗന്ധം ലഭിച്ചു കഴിഞ്ഞാൽ അണുക്കളും പൂപ്പലും പ്രവർത്തിച്ചു തുടങ്ങുകയും ശരീരകോശങ്ങളെ ഭക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അതാണ് ശരിക്കും ശരീരം അഴുകിപ്പോകുന്ന ആ പ്രക്രിയ. ഇനി അയഞ്ഞ ചർമ്മം. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മാംസം എല്ലുകളിൽ നിന്നും പേശികളിൽ നിന്നും വേർപെട്ടു തുടങ്ങും. ഇത് ശരീരത്തിലുള്ള മാംസം അയഞ്ഞതായി നമുക്ക് കാണിച്ചു തരും. അടുത്തത് കോച്ചി വലിയുകയാണ്. ഒരു മൃതശരീരത്തിലെ വിചിത്രമായ മാറ്റമാണ് കോച്ചി വലിയൽ. നിങ്ങളൊരു മൃതശരീരത്തിലെ ഈ പ്രതിഭാസം നേരിൽ കാണാൻ ഇടവരികയാണെങ്കിൽ തീർച്ചയായും അത് പേടിക്കാനിടയാക്കും. മരണത്തിന് ശേഷവും ശരീരത്തിന് ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത്രേ. അത് പേശികളുടെ സങ്കോചം മൂലം ഉണ്ടാകുന്നതാണ്. ചില പേശികൾ ഒരേ സമയം കൂട്ടി വലിയുമ്പോഴാണ് കോച്ചി വലിയൽ സംഭവിക്കുന്നത്. അടുത്തത് മുഖം പരക്കും. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മുഖത്തെ പേശികൾ ശാന്തമായ അവസ്ഥയിലെത്തും. ഇത് മുഖം പരന്നതുപോലെ കാണപ്പെടാൻ കാരണമാകും. നമ്മുടെ എല്ലുകൾ ദ്രവിക്കും. മനുഷ്യ ശരീരത്തിൽ ഒടുവിൽ ദ്രവിക്കുന്നത് എല്ലുകളാണ്. എല്ലുകൾ മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ദ്രവിച്ച് ഇല്ലാതെയാവുകയല്ല. ശരീരത്തിന് മരണം സംഭവിച്ച് പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എല്ലുകൾ സ്വാഭാവികമായി ദ്രവിച്ചില്ലാതെയാകുന്നത്. ഇനി നമുക്ക് മരണത്തിന് ശേഷവും ജീവൻ ഉണ്ടാകുമെന്ന ആ ഞെട്ടിക്കുന്ന കണ്ടെത്തലിനെ ഒന്ന് മനസ്സിലാക്കാം. മരിച്ചു കഴിഞ്ഞ് 10 മിനിറ്റോളം വീണ്ടും മനുഷ്യന്റെ തലച്ചോറ് പ്രവർത്തിക്കുമെന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഹൃദയം നിലച്ച് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ച ഒരു രോഗിയുടെ തലച്ചോറ് വീണ്ടും 10 മിനിറ്റ് കൂടി പ്രവർത്തിച്ചതായാണ് പുതിയ കണ്ടെത്തലിലേക്ക് വഴിവെച്ചത്. മനുഷ്യൻ ഗാഠനിദ്രയിലാകുന്ന സമയത്ത് തലച്ചോറിൽ ഉണ്ടാകുന്ന അതേ തരംഗങ്ങളാണ് മരണശേഷവും ഉണ്ടാകുന്നത് എന്നാണ് കാനഡയിലെ ഡോക്ടർമാർ കണ്ടെത്തിയത്. കനേഡിയൻ ഇന്റൻസീവ് കെയർ യൂണിറ്റിലുള്ള ഡോക്ടർമാർ സംഭവത്തെ അസാധാരണവും വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രതിഭാസവുമാണെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ മരണാനന്തരം നമ്മുടെ ശരീരത്തിന് സംഭവിക്കുന്നത് മനസ്സിലാക്കാമെങ്കിലും ആ ഒരു അവസാന അവസ്ഥ എങ്ങനെയാണല്ലേ നമ്മൾ കണ്ടെത്തുക? ശാസ്ത്രം ഇത്രത്തോളം വളർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും കണ്ടെത്തുമായിരിക്കും. എങ്കിലും അതിനോടുള്ള ആകാംക്ഷ നമുക്കൊന്നും അവസാനിക്കുന്നേയില്ല. അതുപോലെ തന്നെ മരിച്ച ശേഷം നമ്മൾ അവസാന നിമിഷത്തിൽ ഒരു സ്വപ്നം കാണുമെന്നും അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുഴുനീള ചിത്രമാണെന്നൊക്കെ ഒരു പഠനം പറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മരണത്തിന്റെ ശേഷം എന്താണ്? എന്തായാലും കമന്റ് ബോക്സിൽ കുറിക്കൂ. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.